മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ ക്രമക്കേട് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപക സംരക്ഷണ സമിതി. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാൻ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവുമായി ബാങ്കിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചവരുടെ പണം ഉടനെയൊന്നും തിരികെ കിട്ടാൻ സാധ്യതയില്ലെന്ന് വ്യക്തമായതോടെയാണ് നിക്ഷേപക സംരക്ഷണ സമിതി സമരം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 6-ന് ബാങ്ക് പ്രസിഡന്റായിരുന്ന PT പോൾ മരണമടഞ്ഞതോടെയാണ് പ്രതിസന്ധി പുറം ലോകം അറിയുന്നത്. നിക്ഷേപകർക്ക് പണം കിട്ടാതെ വരികയും ബാങ്കിൽ കയറിയിട്ട് പോലുമില്ലാത്തവരുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പയെടുത്തിട്ടുള്ളതായി കാണിച്ച് നോട്ടീസ് വരികയും ചെയ്തു. ഇതോടെ വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കുമ്പോൾ തങ്ങളുടെ പണം തിരികെ കിട്ടുമെന്ന നിക്ഷേപകരുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ഇതേ തുടർന്നാണ് നിക്ഷേപക സംരക്ഷണ സമിതി ബാങ്കിന് മുൻപിൽ ധർണ നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം CK സലീം കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുമെന്നുള്ളൊരു അത്ഭുതത്തിലല്ല ഇങ്ങനെയൊക്കെ ഒരു ബാങ്കിൽ നടക്കുമോ? ഞാൻ പ്രസിഡന്റായിരുന്ന കാലത്ത് മൊബൈൽ ഫോൺ അന്ന് ഒരു മാസത്തേക്ക് ഒരു 300 രൂപ 325 രൂപ അത്രയാണ് എന്റെ ഓർമ്മ. 10 വർഷം മുമ്പാണ്. ആ സമയത്ത് ആ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് സെക്രട്ടറി എന്നോട് പറയും, പ്രസിഡന്റ് അത് ചാർജ് ചെയ്ത് തരാം. അങ്ങനെ ചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാതിരുന്ന ഒരാളാണ് ഈ 350 രൂപ. കാരണം എന്താ, ഈ പണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകാരികളുടെ പണമാണ്. ഇവിടെ നടന്ന കാര്യങ്ങൾ തോമസേട്ടൻ വിവരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ഭുതമാണ്. കേട്ടറിവ് മാത്രല്ലേ. ഇപ്പോ അദ്ദേഹം ഇവിടെ ഒരു നിക്ഷേപനാണ്. ഇവിടെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ കഴിഞ്ഞ ദിവസം കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് KRന്റെ കാണാൻ വേണ്ടി പോയായിരുന്നു. അപ്പോ കാഞ്ഞൂർ ബാങ്കിന്റെ ഇൻസ്പെക്ടർ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മറ്റു ഓഫീസർമാരോട് പരിശോധിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞ കാര്യം, എല്ലാ ലോണുകൾക്കും ലോണെടുത്ത എല്ലാവർക്കും നോട്ടീസ് ഉണ്ടാക്കാം. ഈ കച്ചവടത്തിൽ ഇവിടുത്തെ ബോർഡുമാര് അന്വേഷണം നടക്കാനുള്ളോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആരെങ്കിലും കൂട്ടു നിന്നാലും അവരാരും രക്ഷപ്പെടാൻ വേണ്ടി പോകില്ല. ഒറ്റയാള് ഈ കാര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പോകില്ല. തക്കതായ അന്വേഷണം നടത്തി എല്ലാവരും കുറ്റക്കാരായ മുഴുവൻ പേര് അകത്തു പോകുന്നുള്ള കാര്യത്തില് ഒരു തർക്കം വേണ്ട. അതില് ഇപ്പോ ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഞാനൊരു രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നല്ല, ഒരു രാഷ്ട്രീയം പറയണില്ല. ആരായാലും ഇതിലേതെങ്കിലും ജീവനക്കാരൻ മാർസിസ്റ്റുകാരനുണ്ടെങ്കിൽ അവനും അകത്തു പോകും. തെമ്മാഴിത്തരം കൊള്ളയും നടത്തിയ ഒരൊറ്റയാളെ ആ നിലയ്ക്ക് വിടുമെന്ന് ആരും ധരിക്കണ്ട. അതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ അറിവും സമ്മതവും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ പകിടിയും മേടിച്ചിട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പൊക്കെ പണ്ടേ വെളിയിൽ വന്നേനെ. അതായത് ഇതിന്റെ തുടക്കത്തിന്റെ സമയത്ത് തന്നെ ഇത് പിടിക്കപ്പെട്ടേനെ. അപ്പോ വലിയ തട്ടിപ്പിനായിട്ട് ധാരാളം പൈസ അതിലേക്ക് മുടക്കിയേക്കാം ഇവിടുത്തെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ്. കരക്കാരുടെ കാശെടുത്ത് ഒടി തല്ലിയേക്കാണ്. ഇപ്പോ
അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ ആ നിലയിലേക്ക് പറയുന്നുണ്ട്. വലിയ മനുഷ്യശ്രേഷ്ഠിയായിരുന്നു, ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് തർക്കമില്ല. ഇപ്പൊ ഒരു കരക്കാരുടെ കാശിനെന്ത്, ഇപ്പൊ എനിക്ക് കുറെ കാശ് കരക്കാരുടെ കിട്ടാനുണ്ട്, അതൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. വല്ലവന്റെ കാശെടുത്ത് കൊടുക്കുന്ന പോലെ അല്ല. ഒറിജിനൽ ആധാരം, കരം തീർത്ത രസീത്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഇത്ര വാങ്ങി അത് ഫയലാക്കി ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ മേടിച്ച് അതില് ജാമ്യക്കാരുടെ ഉൾപ്പെടെ ഒപ്പുണ്ടോന്ന് നോക്കി എല്ലാം ഒരു ഫയലാക്കി എവിടെ വെക്കണേ? സ്ട്രോങ് റൂമിലാണ് വെക്കണം. എപ്പ ലോഡ് വന്ന് ചോദിച്ചാലും എപ്പോൾ കൊടുക്കണം പരിശോധിക്കണം. ഇവിടെ ഈ ബാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുക്കണം, ആധാരം വേണ്ട, ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് മതി. ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ച് ലോൺ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തെ ഈ കേരളത്തിൽ നിന്ന് കാണിച്ചു തരാമോ? ഇവിടെ കിട്ടുന്നത് എടുത്തവരാരൊക്കെയാണെന്നുള്ളത് ബാങ്കിൽ ഒരു രേഖയില്ല. ഇവിടെ ഒരുപാട് പേര്, നേരത്തെ പറഞ്ഞ പോലെ 100-300ഓളം പേര് ലോൺ എടുക്കുമെന്നാ പറയുന്നത്. അതിലൊരു 25% പേരും ഡ്യൂപ്ലിക്കേറ്റാ, അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാ 25, ബാക്കി 75 ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. വേറെ രസകരമായ ഒരു കാര്യം, ഇപ്പോ ഒരു ബാങ്കിന് ഒരു ലോൺ പാസ്സാക്കണമെങ്കിൽ ഈട് വയ്ക്കും. ഇപ്പോ ഇവിടത്തെ ആളുകളുടെ വായ്പ എത്ര 1000 രൂപ കൊടുക്കലേ? സാധാരണ വായ്പ 25,000 രൂപയാണ് സാധാരണ വായ്പ. അതിന് 2 ജാമ്യം മതി. ലോൺ കൊടുക്കുന്നത് ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഒരു ഫയലാക്കി വെച്ചതിന് ശേഷം സ്ഥല പരിശോധന നടത്തി ആ സ്ഥല പരിശോധനയുടെ റിപ്പോർട്ട് കൂടി കൊടുത്തതിന് ശേഷമല്ലേ ഒരു ലോൺ അനുവദിക്കുന്നത്. നമ്മൾ ഈ സഹകരണ ബാങ്കിൽ വന്ന്, സഹകരണ ബാങ്കുകളിൽ വന്ന് ലോൺ എടുത്ത എന്താ കാര്യം? ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിലോ മറ്റേതെങ്കിലും പൊതുമേഖലാ ബാങ്കിലോ ചെന്ന് കഴിഞ്ഞാൽ എത്ര മാസം നടന്ന് ചെരുപ്പ് തേഞ്ഞാലോ ഒരു ലോൺ പാസ്സാക്കി എടുക്കാൻ കഴിയാൻ? ഒരു സഹകാരിയും ഒരു ബാങ്കിന്റെ പ്രസിഡന്റുമായിരുന്നു. എനിക്ക് അത്ഭുതമാണ് ഇവിടെ. ഇതെങ്ങനെയാ ഇതിങ്ങനെ കൊണ്ടുപോവാ? അദ്ദേഹം മരിച്ചുപോയി. വ്യക്തിപരമായ പറയല, അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആ നിലയ്ക്ക് ഒരു ഇൻസ്പെക്ഷൻ ഇവിടെ നടന്നിട്ടില്ലേ? നേരത്തെ ദിവസം എല്ലാ വർഷവും ഓഡിറ്റ് നടത്തി ആ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ച് പൊതുയോഗ നോട്ടീസ് തയ്യാറാക്കി സഹകാരികൾക്ക് അയച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ സഹകാരികൾ ഇവിടെ വന്ന് ആ പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോ അവർക്ക് ഓഡിറ്റ് റിപ്പോർട്ട് അടക്കമുള്ള പൊതുയോഗ നോട്ടീസ് കൊടുക്കണ്ടേ? അങ്ങനെയല്ലേ? ഇത് ലാഭത്തിലാണോ, ഇത് നഷ്ടത്തിലാണോ, ഇതിന്റെ ഓട്ടം എങ്ങനെയാണ് നടക്കാൻ അറിയാൻ കഴിയുക? ഒരു കാര്യം സത്യ, ഇവിടെ ഇൻസ്പെക്ഷന് വന്ന ആളുകൾക്കും ഓഡിറ്റിന് വന്ന ആളുകൾക്കും ചാകരയായിരുന്നു. സംരക്ഷണ സമിതി പ്രസിഡന്റ് PA തോമസ് അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ TM വർഗീസ്, മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷാജി, നഗരസഭാ കൌൺസിലർമാരായ ബെന്നി മൂഞ്ഞേലി, TY ഏലിയാസ്, LJD ജില്ലാ പ്രസിഡന്റ് ജേസൺ പാനിക്കുളങ്ങര, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ബൈജു മേനാച്ചേരി, PA ചന്ദ്രബോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിക്ഷേപകർ വിയർപ്പൊഴുക്കി നിക്ഷേപിച്ച പണം ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അവർക്ക് വേണ്ടപ്പെട്ടവരും ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അംഗങ്ങളുടെയും പേരിൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നിക്ഷേപക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജ്വല്ലേഴ്സ്, അങ്കമാലി.